കേരളത്തിന്റെ വ്യാപാര വിനോദ ഭൂപടത്തിൽ ഇടം പിടിച്ച ഭീമൻ സ്ഥാപനങ്ങളാണ് ലുലു മാളുകൾ. കൊച്ചിയിലും തിരുവനന്തപുരത്തും പാലക്കാടും കോട്ടയത്തുമെല്ലാം തല ഉയർത്തി നിൽക്കുന്ന ഈ ഷോപ്പിംഗ് മാളുകൾ ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുകയും ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വെള്ളി വെളിച്ചത്തിന് പിന്നിൽ അധികമാരും ചർച്ച ചെയ്യാത്ത ചില വിവാദങ്ങളും ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ മുതൽ പാർക്കിംഗ് ഫീസ് പിരിവ് വരെയുള്ള വിഷയങ്ങളിൽ ലുലു ഗ്രൂപ്പ് നിയമ പോരാട്ടങ്ങളിലും പൊതുജന വിമർശനങ്ങളിലും അകപ്പെട്ടിട്ടുണ്ട്. ലുലു മാളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ കാണാപ്പുറങ്ങളിലേക്ക് നമുക്കൊന്ന് ചെന്ന് നോക്കാം. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലുലു ഗ്രൂപ്പിന്റെ കേരളത്തിലെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ സംരംഭമായിരുന്നു കൊച്ചി ഇടപ്പള്ളിയിൽ സ്ഥാപിച്ച ലുലു മാൾ. 2013 പ്രവർത്തനം ആരംഭിച്ച ഈ മാളിന്റെ നിർമ്മാണഘട്ടം മുതൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മാളിന്റെ നിർമ്മാണത്തിനായി ഇടപ്പള്ളി തോട് കയ്യേറി എന്നതായിരുന്നു പ്രധാന ആരോപണം. പൊതുതോടിന്റെ ഒരു ഭാഗം മണ്ണിട്ട് നികത്തിയാണ് മാൾ നിർമ്മിച്ചത് എന്നായിരുന്നു ആക്ഷേപം. ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും നിയമപരമായ തർക്കങ്ങൾക്കും വഴിവെച്ചു. അന്നത്തെ പ്രതിപക്ഷ കക്ഷിയായിരുന്ന CPIM എറണാകുളം ജില്ലാ കമ്മിറ്റി ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തു. മാൾ അധികൃതർ തോട് കയ്യേറിയെന്നും ഇതിനെതിരെ നടപടി വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. CPIM നേതാവും അന്നത്തെ രാജ്യസഭാ MPയുമായിരുന്ന P. രാജീവ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ പരസ്യമായി രംഗത്തു വന്നു. മാൾ വരുന്നതോടെ ദേശീയപാത 17ലും 47ലും ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ലുലു ഗ്രൂപ്പ് സ്വന്തം ചിലവിൽ ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്ന ആവശ്യവും CPIM മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ CPIMനുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ലുലു ഗ്രൂപ്പ് ഭൂമി കയ്യേറിയിട്ടില്ലെന്നും LDF സർക്കാരിന്റെ കാലത്ത് നിയമപ്രകാരമാണ് നിർമ്മാണത്തിന് അനുമതി നൽകിയതെന്നും പ്രസ്താവിച്ചത് പാർട്ടിയിലെ ആശയക്കുഴപ്പം വെളിപ്പെടുത്തി. ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും യൂസഫ് അലിക്ക് VS ക്ലീൻ ചിറ്റ് നൽകി എന്ന രീതിയിൽ വാർത്തകൾ വരികയും ചെയ്തു. ആരോപണങ്ങൾ കനത്തതോടെ സർക്കാർ വിഷയത്തിൽ ഇടപെടുകയും ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. 2013 ജൂണിൽ കണയന്നൂർ താലൂക്ക് തഹസിൽദാരുടെ നേതൃത്വത്തിൽ നടത്തിയ റീസർവേയിൽ ലുലു മാൾ ഭൂമി കയ്യേറിയിട്ടില്ലെന്ന് കണ്ടെത്തി. സർക്കാർ ഭൂമിയോ പുറമ്പോക്കോ മാളിന്റെ കൈവശമില്ലെന്നായിരുന്നു സർവേ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ലുലു ഗ്രൂപ്പിന് വലിയ ആശ്വാസം നൽകിയെങ്കിലും ആരോപണം ഉന്നയിച്ചവർ സർവേയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തിരുന്നു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് പോലും ഇടപ്പള്ളി കനാലിന്റെ വീതി ഉറപ്പാക്കാൻ റീസർവേ ആവശ്യപ്പെട്ടിരുന്നത് ഈ വിവാദത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. തോട് കയ്യേറ്റ ആരോപണം നിയമപരമായി തെളിയിക്കപ്പെട്ടെങ്കിലും കൊച്ചിയിലെ ലുലു മാളിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി ഈ വിവാദം നിലനിൽക്കുന്നു. ലുലു മാളുകൾ നേരിട്ട മറ്റൊരു പ്രധാനപ്പെട്ടതും തുടർക്കഥയുമായ നിയമപ്രശ്നം പാർക്കിംഗ് ഫീസ് പിരിവുമായി ബന്ധപ്പെട്ടതാണ്. മാളുകളിൽ എത്തുന്ന ഉപഭോക്താക്കളിൽ നിന്ന് പാർക്കിങ്ങിനായി പണം ഈടാക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് കാണിച്ച് നിരവധി പേർ കോടതിയെ സമീപിക്കുകയുണ്ടായി. സിനിമാ സംവിധായകൻ പോളി വടക്കൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജികൾ ഈ വിഷയത്തിൽ വലിയ പൊതുജന ശ്രദ്ധ നേടിക്കൊടുത്തു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ അനുസരിച്ച് ഒരു വാണിജ്യ സമുച്ചയത്തിന് കെട്ടിടം പണിയാൻ അനുമതി ലഭിക്കണമെങ്കിൽ നിശ്ചിത എണ്ണം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നിർബന്ധമായും ഒരുക്കിയിരിക്കണം. ഇങ്ങനെ നിർബന്ധമായും ഒരുക്കേണ്ട പാർക്കിംഗ് സ്ഥലത്തിന് പണം ഈടാക്കാൻ മാൾ അധികൃതർക്ക് അധികാരമില്ലെന്നായിരുന്നു ഹർജിക്കാരുടെ പ്രധാന വാദം. ഇത് ഉപഭോക്തൃ ചൂഷണമാണെന്നും അവർ വാദിച്ചു. ഈ കേസ് പരിഗണിച്ച കേരള ഹൈക്കോടതി പല ഘട്ടങ്ങളിലായി സുപ്രധാന നിരീക്ഷണങ്ങൾ നടത്തി. പ്രഥമ ദൃഷ്ട്യാ മാളുകൾക്ക് പാർക്കിംഗ് ഫീസ് പിരിക്കാൻ അധികാരമില്ലെന്ന് കോടതി ഒരു ഘട്ടത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു. ഇത് ഉപഭോക്താക്കൾക്ക് വലിയ പ്രതീക്ഷ നൽകി. എന്നാൽ വിഷയത്തിൽ വിശദമായ വാദം കേട്ട ശേഷം ഹൈക്കോടതിയുടെ വിധി വന്നു. 2023 ഏപ്രിലിൽ ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ച് പുറപ്പെടുവിച്ച വിധി ലുലു മാളിന് ഭാഗികമായി അനുകൂലമായിരുന്നു. വിധി പ്രകാരം കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ, അതായത് കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരം നിർബന്ധമായും കാണിക്കേണ്ട പാർക്കിംഗ് ഏരിയയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ഫീസ് ഈടാക്കാൻ ലുലു മാളിന് അധികാരമുണ്ട്. എന്നാൽ മാളിനോട് ചേർന്ന് പ്രത്യേകമായി നിർമ്മിച്ച മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം ഒരു കാർ സ്റ്റാൻഡായി കണക്കാക്കണമെന്ന് കോടതി പറഞ്ഞു. അതിനായി കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ 475 പ്രകാരം കളമശ്ശേരി നഗരസഭയിൽ നിന്ന് പ്രത്യേക ലൈസൻസ് നേടണമെന്നും കോടതി വിധിച്ചു. ലൈസൻസ് ഇല്ലാതെ മൾട്ടി ലെവൽ പാർക്കിംഗിൽ ഫീസ് പിരിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും കോടതി വ്യക്തമാക്കി. പാർക്കിംഗ് സ്ഥലത്തിന് കെട്ടിട നികുതി അടയ്ക്കുന്നതിനാൽ അവിടെ നിന്ന് വരുമാനം കണ്ടെത്താൻ ഉടമയ്ക്ക് അവകാശമുണ്ടെന്ന ലുലു ഗ്രൂപ്പിന്റെ വാദം കോടതി ഭാഗികമായി അംഗീകരിക്കുകയായിരുന്നു. ഈ വിധിയിലൂടെ ബേസ്മെന്റ് പാർക്കിങ്ങിലെ ഫീസ് പിരിവിന് നിയമസാധുത ലഭിച്ചെങ്കിലും മൾട്ടി ലെവൽ പാർക്കിങ്ങിന്റെ കാര്യത്തിൽ അവർക്ക് ലൈസൻസ് എന്ന കടമ്പ കടക്കേണ്ടി വന്നു. ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഈ വിധി ഒരു പൂർണ്ണ വിജയമായിരുന്നില്ല. പാർക്കിംഗ് ഫീസ് എന്ന വിഷയം ഇപ്പോഴും ഉപഭോക്താക്കൾക്കിടയിൽ ഒരു നീറുന്ന പ്രശ്നമായി തുടരുന്നു.
ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനമാണ് ലുലു ഗ്രൂപ്പ്. എന്നാൽ തൊഴിലാളി ചൂഷണം സംബന്ധിച്ച വലിയ സംഘടിതമായ പരാതികളോ സമരങ്ങളോ കേരളത്തിലെ ലുലു മാളുകൾക്കെതിരെ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. ദേശീയ തലത്തിൽ നടക്കുന്ന പണിമുടക്കുകളുടെ ഭാഗമായി ലുലു മാളിന് മുന്നിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. 2022 സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി തിരുവനന്തപുരം ലുലു മാളിലെ ജീവനക്കാരെ പ്രതിഷേധക്കാർ തടഞ്ഞത് വാർത്തയായിരുന്നു. എന്നാൽ ഇത് ലുലുവിലെ ആഭ്യന്തര തൊഴിൽ പ്രശ്നങ്ങളുടെ ഭാഗമായിരുന്നില്ല. വനിതാ ജീവനക്കാർക്ക് തൊഴിലിടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വനിതാ കമ്മീഷൻ ലുലു മാളിൽ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചതായും വാർത്തകളുണ്ട്. ഇവ കൂടാതെ ചെറിയ ചില വിവാദങ്ങളിലും ലുലു മാൾ ഇടം പിടിച്ചിട്ടുണ്ട്. ലക്നൌവിലെ ലുലു മാളിൽ ഒരു കൂട്ടം ആളുകൾ നമസ്കരിച്ചതിന്റെ വീഡിയോ പുറത്തു വന്നത് ദേശീയ തലത്തിൽ വലിയ വിവാദമായിരുന്നു. തുടർന്ന് അനുമതിയില്ലാതെ മതപരമായ ചടങ്ങുകൾ നടത്തരുതെന്ന് കാണിച്ച് മാൾ അധികൃതർക്ക് നോട്ടീസ് പതിക്കേണ്ടി വന്നു. കൊച്ചി ലുലു മാളിൽ ലോകകപ്പിന്റെ ഭാഗമായി പങ്കെടുത്ത രാജ്യങ്ങളുടെ പതാകകൾ സ്ഥാപിച്ചപ്പോൾ അതിൽ പാകിസ്ഥാന്റെ പതാക ഉൾപ്പെട്ടതും സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. കൊച്ചിയിലെ ലുലു മാളിന്റെ നിർമ്മാണം എടപ്പള്ളി തോടിന്റെ സ്വാഭാവിക ഘടനയെ ബാധിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കയ്യേറ്റം നടന്നില്ലെന്ന് റവന്യൂ റിപ്പോർട്ട് പറയുമ്പോഴും ഒരു വലിയ നിർമ്മിതി വരുമ്പോൾ സമീപത്തെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന ആഘാതം വളരെ വലുതാണ്. മാൾ വന്നതോടെ ഇടപ്പള്ളിയിൽ ഉണ്ടായ ഗതാഗത കുരുക്ക് ഇന്നും കൊച്ചിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. മാളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഭീമമായ അളവിലുള്ള വെള്ളവും വൈദ്യുതിയും പ്രദേശത്തെ വിഭവ ലഭ്യതയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. മാളുകളിൽ നിന്നുള്ള മാലിന്യ സംസ്കരണം മറ്റൊരു പ്രധാന വിഷയമാണ്. ലുലു മാളുകൾ പോലുള്ള വലിയ സ്ഥാപനങ്ങൾ പ്രതിദിനം ടൺ കണക്കിന് മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ശാസ്ത്രീയമായ സംസ്കരണത്തിന് കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് സ്വതന്ത്രമായ പഠനങ്ങൾ ലഭ്യമല്ല. ലുലു മാൾ എന്ന ബ്രാൻഡ് കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ്. പ്രത്യക്ഷമായും പരോക്ഷമായും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും നഗരങ്ങൾക്ക് ഒരു പുതിയ മുഖം നൽകാനും ലുലു ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട്. ഷോപ്പിംഗിനും വിനോദത്തിനും ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുമുണ്ട്. എന്നിരുന്നാലും ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുയർന്ന രാഷ്ട്രീയവും നിയമപരവുമായ വിവാദങ്ങൾ, പാർക്കിംഗ് ഫീസിന്റെ പേരിലുള്ള തുടർച്ചയായ നിയമ പോരാട്ടങ്ങൾ, ഗതാഗതക്കുരുക്ക് പോലുള്ള സാമൂഹിക ആഘാതങ്ങൾ എന്നിവ ലുലു മാളുകളുടെ തിളക്കത്തിന് മങ്ങലേൽപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഈ വിവാദങ്ങളെല്ലാം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമത്തിന്റെ കണ്ണിൽ പലപ്പോഴും വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും പൊതുജനങ്ങളുടെ മനസ്സിൽ ഉയർന്നുവന്ന ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ ലുലു ഗ്രൂപ്പിന് ഇനിയും ബാധ്യതയുണ്ട്. ഏതു വലിയ സംരംഭവും സുതാര്യവും സാമൂഹിക പ്രതിബദ്ധതയുമുള്ളതാകുമ്പോഴാണ് അതിന്റെ വിജയം പൂർണ്ണമാകുന്നത്. ലുലു മാളിന്റെ കാണാപ്പുറങ്ങളിലെ ഈ വിവാദങ്ങൾ ഓർമ്മിപ്പിക്കുന്നതും ഈ യാഥാർത്ഥ്യമാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.